ഇതിന്റെ വുഡിന്റെ സാധനം കാണാനില്ല. മരത്തിന്റെ അവിടെ കൊണ്ടുപോകണം. ഈ പാത്രം കേടാക്കാൻ അച്ഛൻ മറ വാങ്ങിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. മണി 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 തൊട്ടടുത്തല്ലേ ഞാൻ നിൽക്കണേ, കൂവി വിളിക്കണതിന്. നീ വീട്ടിലോട്ട് വിളിച്ചിട്ട് എത്ര ദിവസമായി? ഞാൻ ഇന്നലെ കൂടെ വിളിച്ചോളൂ. അപ്പൊ വിശേഷങ്ങളെല്ലാം നീ അറിഞ്ഞു? ഓ അറിഞ്ഞു. എന്നിട്ട് പിന്നെ എന്റെ അടുത്ത് പറയാത്തത്? പറയാൻ മാത്രം ഉള്ളതായിട്ടൊന്നും തോന്നിയില്ല, അതുകൊണ്ട് പറഞ്ഞില്ല. ഒന്നും തോന്നിയില്ലെന്നാ? ഒന്നും ഇല്ലെന്നാ? അല്ല, വാഴയ്ക്ക് വള ഇടുന്നതും തെങ്ങിന് തടം എടുക്കുന്നതും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. വള? നീ എന്തോ കഥകളി കാണിച്ചോണ്ടിരിക്കണേ? അല്ല, അച്ഛൻ ഉദ്ദേശിച്ചതേ അച്ഛന്റെ വീട്ടിലോട്ട് വിളിച്ചോന്നാണ്. ആ അതാണോ? ഞാൻ വിചാരിച്ച എന്റെ വീട്ടിൽ വിളിച്ച കാര്യം. ഞാൻ മണിക്കൂട്ടൻ ചേട്ടനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ചേട്ടൻ അവിടെ പറമ്പിൽ പണിക്കാരുള്ള കാര്യം പറഞ്ഞ്, വളം വാങ്ങിച്ച കാര്യം പറഞ്ഞ്, തെങ്ങിന് തടം എടുത്ത കാര്യം പറഞ്ഞ്, അങ്ങനെ എല്ലാം പറഞ്ഞോണ്ടൊക്കെ ഇരുന്ന്. അപ്പൊ നിനക്ക് എന്റെ വീട്ടിലോട്ട് വിളിക്കാൻ സമയമില്ലേ? വീട്ടിൽ വിളിക്കാന്ന് വെച്ചാൽ തന്നെ അമ്മയെ വിളിച്ചിട്ട് കുറച്ച് ദിവസമായി. പക്ഷെ ഞാൻ ചിന്നുവിനെ കഴിഞ്ഞ ആഴ്ചയിൽ വിളിച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ച വിളിച്ചിരുന്നു. ഇപ്പൊ നിനക്ക് അങ്ങോട്ട് വിളിക്കാൻ സമയമില്ല. നിന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് അറിയുന്നുണ്ട്. അമ്മ, ചിന്നു ഒപ്പച്ചേ അച്ഛനെ കുറച്ചു മുമ്പേ വിളിച്ചു. നിർത്ത്. നിന്റെ അടുത്ത് ഇപ്പൊ കാര്യം വേണം പറഞ്ഞാരെങ്കിലും. രവിയേട്ടാ, നിങ്ങൾ കാര്യം എന്താണെന്ന് തെളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. അല്ലാതെ എനിക്ക് എന്തോ ആണെന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കും? മണി, അമ്മയ്ക്ക് വയ്യാതായി. എന്നിട്ട് നിന്റെ ആശുപത്രി കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് ഇന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു. കുറെ മരുന്നും കൊടുത്തു വിട്ട്. ഇനി നാളെ വീണ്ടും പോണം ചെക്കപ്പിന്. എന്നിട്ടേ അച്ഛൻ എന്താ നേരത്തെ അറിയാത്ത? അത് ഞാനിവിടെ തിരക്കിലായിട്ട് അറിഞ്ഞില്ല. ആ അങ്ങനെയാണെങ്കിലേ അച്ഛമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അച്ഛൻ അറിഞ്ഞൂല. കൊച്ചേ മിണ്ടായിരിക്കണം കേട്ടാ. ചിന്നുവിനൊന്ന് വിളിച്ച് പറയായിരുന്നു കേട്ടോ നമ്മളടുത്ത്. അതെ, വിളിച്ച് പറയായിരുന്നു. അല്ല, വിളിച്ചു പറഞ്ഞാ നീ ഇപ്പം പോവായിരുന്നോ? രാത്രി തന്നെ പോവായിരുന്നോ? പോയി കൂട്ടിയിരിക്കുവായിരുന്നോ? നിനക്കിതൊന്നും വലിയ കാര്യമില്ല. നീ ദോശ ഉണ്ടാക്ക്, സാമ്പാർ ഉണ്ടാക്ക്, മുട്ട ഉണ്ടാക്കി കൊടുക്ക്. അമ്മയ്ക്ക് സുഖമല്ല കിടക്കാണ്. അല്ലെ തന്നെ ഞാൻ എന്തെങ്കിലും കാര്യം ഇവിടെ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ നീ അത് ശ്രദ്ധിക്കാറുണ്ടോ? ഉണ്ടാ? ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് അറിഞ്ഞൂടാ അച്ഛാ. എല്ലാരും പോയാ? അയ്യോ, അടുപ്പ് ഓഫ് ചെയ്തില്ലേ? ദോഷമായാന്തോ വെന്തില്ല. ദോഷം. ഞാൻ ഇരുന്നു. ഇനി നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് വല്ല പ്രസക്തി ഉണ്ടാക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. അക്ഷരൊന്നും ഉണ്ടാക്കണ്ടേ? ഇപ്പൊ ഒന്നും ഉണ്ടാക്കണ്ട, ഒരു പണിയും ചെയ്യുന്നില്ല. ഇന്ന് ചർച്ചയാണ്. ചർച്ച മണി ഒരുമാതിരി ആക്കല്ലേ. എന്റെ അമ്മയാണ് അവിടെ സുഖമല്ല കിടക്കുന്നത്. എന്തോന്നാക്കി? അമ്മയ്ക്ക് വയ്യാതായി, ആശുപത്രി പോയി മരുന്ന് വാങ്ങിച്ച് വീട്ടിലെത്തി. ഇനി നമുക്കൊന്ന് പോയി കണ്ടാ പോരെ? കണ്ടാ പോരെന്നാ? അതിന് സമയം ഉണ്ടാക്കണോ? കണ്ടാ പോരെന്ന് പറയാൻ എന്തോന്ന് കാണാൻ? ഞാൻ വിളിച്ചപ്പോ ചിന്നു പറഞ്ഞ എന്താണെന്ന് അറിയുമോ? ചിന്നു ഫോണിലോട് നിങ്ങളോട് എന്തോ പറഞ്ഞത് എനിക്കെങ്ങനെ അറിയാം? എന്നാ കേള്, ഞാൻ അവളത്ത് വിളിച്ച് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അവൾ ഇങ്ങോട്ട് പറയണേ ഇങ്ങോട്ട് വന്ന് ബുദ്ധിമുട്ടുണ്ടാന്ന്. ഞാൻ അമ്മയെ വിളിച്ച് അമ്മ എങ്ങനെ ഉണ്ട്? അപ്പൊ അമ്മ പറയാ ഞാൻ ചത്തിട്ടില്ലാന്ന്. എന്നോടുള്ള ദേഷ്യം ഞാൻ പോകത്തേന്. അച്ഛാ, എത്ര തിരക്കായാലും അച്ഛനൊന്ന് വിളിക്കാൻ. ഞാൻ അച്ഛനെ കുറ്റപ്പെടുത്തുന്നതല്ല. നിർത്തടി. തള്ളയുടെ അതേ സ്വഭാവം എല്ലാം പറയും. പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അച്ഛനെ കുറ്റപ്പെടുത്തുന്നല്ല. നീയേ നിങ്ങൾ രണ്ടെണ്ണം ഉണ്ടായിരുന്നല്ലോ, ഒന്നും വിളിക്കാത്തണ്ടായിരുന്നു. മിനിറ്റ് കൂട്ടുകാരികളെ വിളിച്ച് മണിക്കൂറുള്ളവർ സംസാരിക്കുമല്ലോ, കഥാപ്രസംഗം പറയുമല്ലോ. എന്തായിരുന്നു വിളിക്കാത്തത്? ഇതിന് പിന്നെ ഇവിടെ ജോലി, അടുക്കളയിൽ ജോലി, പൂന്തോട്ടം നോക്കണം, ക്ലീനിങ് നോക്കണം, പിന്നെ മൃഗപരിപാലനം എല്ലാം ഉണ്ടല്ലോ ഇവിടെ. മൃഗപരിപാലനോ? എന്താണ്ടിരിക്കണം മൃഗം? ഞാൻ പറഞ്ഞ കൂടിപ്പോകും കേട്ടാ. അച്ഛൻ പറയണം. അച്ഛൻ പറയണോ? അച്ഛന്റെ പറഞ്ഞു തീർക്കാം. ഞാൻ പറഞ്ഞ ഉടനെ മനസ്സിലാവുന്ന രണ്ട് മക്കള്. എല്ലാവർക്കും ഉണ്ട് മക്കള്, എനിക്കും ഉണ്ട് രണ്ടെണ്ണം. അതെ, ഞാൻ എന്റെ കൂട്ടുകാരുടെ വീട്ടിൽ പോകണം. ഇന്ന് ഈ വീട്ടിൽ നിന്ന് വെളിയിറങ്ങിയ മുട്ടുകാരെ ഞാൻ തല്ലി ഓടിക്കും. പറഞ്ഞേട്ടാ, ഇവിടെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് അവൾക്ക് അങ്ങ് ഇറങ്ങി പോക്ക്. ഉള്ള ആമ്പിള്ളേരെ പോലെ അങ്ങ് പോവാം അവൾക്ക്. എന്തോ ആമ്പിള്ളേർക്ക് പോവാമെങ്കിൽ എന്തുകൊണ്ട് പെൺപിള്ളേർക്ക് പോയിക്കൂടാ? ഇത് ഫെമിനിസം മണ്ണാങ്കട്ടയൊന്നും അല്ല. പെണ്ണുങ്ങളൊന്ന് തുമ്മിയാ മതി ഓടെ ഫെമിനിസം. കണ്ടാ, മോത്ത് നോക്കിയാണ് പറയണ. ദേഷ്യം കണ്ടാ? അച്ഛനാണെന്ന് നോട്ടല്ല, ഏത് സമയത്തും തുറന്നങ്ങ് പറയും. അമ്മ, ഈ ചർച്ച ഇവിടെ നിർത്തണേണ് നല്ലത്. ഇല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഇവിടെ ഈ ചർച്ച നിർത്താൻ പറ. നീ ആര്? നീ വായി വെച്ചോണ്ട് മിണ്ടായിരുന്നോ? ഇതിങ്ങനെ വായിക്കാത്തോട്ട് ചോദിച്ചു കേട്ടാ. ഈ അലപ്പൊന്ന് നിർത്തോ? തലവേദന വരുന്നത്. നിനക്ക് തലവേദന വരും. കാര്യമായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ നിനക്ക് തലവേദന വരും. നിനക്കൊന്നും അറിയണ്ട. മറ്റുള്ളവന്റെ വിഷമം മനസ്സിലാക്കണം കേട്ടാ. നീയേ വായില് വെള്ളിക്കറണിയും വെച്ചോട്ടല്ലേ ജനിച്ചു വന്നത്.
അപ്പുറത്തെ ആ പോലീസുകാരുണ്ടല്ലോ ചന്ദ്രൻ, അയാളുടെ ഭാര്യ മിനി പറഞ്ഞത് ശരിയാണ്. നിനക്ക് ആ പണമുള്ള വീട്ടിൽ അഹങ്കാരം മൊത്തം ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട്. തള്ളയല്ലേ വളർത്തുന്നത്. ഇങ്ങോട്ട് മാറി. ഇങ്ങോട്ട് വേണം, ഇങ്ങോട്ട് വേണം. എന്താണ് ഈ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എങ്ങോട്ട് പോണ്? ഞാൻ എവിടെ വരെ പോകും നിനക്ക് അറിഞ്ഞൂടെ? ഇവിടെ പോലെങ്കിൽ മുറി പോവും. എനിക്ക് എന്റെ കാര്യങ്ങളുണ്ട്. ഇനി വീട്ടിലോട്ട് വിളിക്കണം എനിക്ക്. തള്ളേ മക്കളും കൂടെ ഇരുന്നോ.